ഡബിൾ ബാരൽ എന്ന് പറഞ്ഞ ഫിലിമിന് ശേഷം ഫേസ്ബുക്കിൽ നീ ഒരു ഇത് അപ്ലോഡ് ചെയ്തു, സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ്. അപ്പോൾ ഇനി അങ്ങനെ തന്നെ ആയിരിക്കുമോ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു താങ്ക്സും കൂടി പറയാനായിട്ട് ഞാനിപ്പോൾ ഈ അവസരം എടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഒരു ഫിലിം നമുക്ക് തന്നതിൽ ഞാൻ മനസ്സിൽ കണ്ടാലും വളരെ വലിയൊരു സിനിമയാണ് ഗുരു തന്നത്. താങ്ക് യു സോ മച്ച്. രണ്ടാമത് വിജയ് ആക്ച്വലി ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പോൾ വിജയ് ഇതിൻ്റെ കഥ എന്താണെന്ന് പൂർത്തിയായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യുമ്പോഴാണ്, ഫുൾ സ്ക്രിപ്റ്റ് ഫൈനൽ സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യുമ്പോഴാണ് വിജയ് ഇതിൻ്റെ കഥ പൂർണ്ണമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനൊരു തീരുമാനം എടുത്തത് നല്ല റിസൾട്ട് ഫിലിമിൽ നിന്ന് വന്നുകൊണ്ട് നല്ലതാണ്. എന്താ പറയുക, IMDb പോലുള്ളൊരു റിലയബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് സോഴ്സിൽ ഇതുവരെ റേറ്റ് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും റേറ്റിംഗ് കൂടുതലുള്ള മലയാള ഫിലിമാണ് നമ്മളുടെ. അപ്പോൾ അതിൽ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ളൊരു വകയുണ്ട്. എങ്കിലും ഇനി ഇതുപോലെ പ്രൊജക്റ്റുകൾ വന്നാൽ, അതായത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വന്നിട്ട് വിജയ് നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താലെന്ന് വെച്ചാൽ ഇതുപോലെ കഥ കേൾക്കാതെ ചെയ്യുമോ, അതുപോലെ വേറൊരു നല്ലൊരു ടീം വന്നിട്ട് വിജയോട് ഇത് പറയുമ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കുമോ, ഒരു വിജയുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തന്നെ ഫോളോ ചെയ്യുന്നൊരു പരിപാടി ആയിരിക്കുമോ വിജയ് ചെയ്യുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. ചെമ്പൻ ചോദിച്ചെങ്കിൽ ചെമ്പന്റെ കയ്യിലൊന്നും ഒരു അടുത്തൊരു പരിപാടി കൂടെ ഉണ്ട്. ആദ്യം ഉത്തരം പറയുന്നത്? ആദ്യം വിജയ് പറ. അങ്കമാലിക്കാരായ ചെമ്പനും ലിജോയും കൂടെ എഴുതുന്ന ഒരു കഥ, അങ്കമാലി ഡയറീസ് എന്ന പേര്. കഥ പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഒരു ത്രെഡ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരുന്ന് ലിജോ എന്നോട് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ, ഞങ്ങൾ വളർന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഒബ്സർവ് ചെയ്ത ചില കാര്യങ്ങൾ, ചില ആൾക്കാർ, അതിൽ നിന്നും കോർത്തെടുത്ത ഒരു സിനിമയായിരിക്കും. അപ്പോൾ അങ്കമാലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ലിജോയും ചെമ്പനും കൂടെ ചെയ്യുമ്പോൾ അത് അവരുടെ ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളതിന് എനിക്ക് 100% ഉറപ്പായതുകൊണ്ട് അപ്പം തന്നെ കൈ കൊടുത്തത്. പിന്നെയാണ് സ്ക്രിപ്റ്റ് റീഡിങ്ങിന് പോകുന്നത്. ഇത് നമ്മൾ വേറൊരു ടീമാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് കേട്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു ഇത് നോക്കിയിട്ടേ പോവുള്ളൂ. ഇത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് ഒന്നും എടുത്തു. ദാറ്റ്സ് ഇറ്റ്. ലിജോയിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ ചെമ്പൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്നുള്ളത് ഞാൻ കാണാം. ഇതായിരുന്നു ലിജോയുടെ ഒരു പരീക്ഷണം, ഡബിൾ ബാരൽ. അത് വല്ലാതെ പൊട്ടിപ്പോയി ബോക്സ് ഓഫീസിൽ. അതിൽ നമുക്ക് വിരോധമില്ല. ഇതിന് ശേഷമാണ് ചെമ്മൻ പറഞ്ഞ ആ വാച വിട്ടത്, നോ പ്ലാൻ ടു ഇംപ്രസ്. നോ പ്ലാൻ ടു ഇംപ്രസ്. നന്നാവില്ല ഞാൻ മലയാളത്തിൽ തമാശയായിട്ടാ. ഞാനത് വളരെ തമാശയായിട്ട് തന്നെ. ഇങ്ങനെ ഒരു തിക്താനുഭവം ഉണ്ടായപ്പോൾ അല്ല, എന്നെ പോലുള്ള ആൾക്കാർ ചിലരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞെങ്ങനെയാണ്, ലിജോ മുമ്പേ പറക്കുന്ന പക്ഷിയാണ്, ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് എടുക്കേണ്ട ഒരു സിനിമ നേരത്തെ എടുത്തിരിക്കുകയാണ് പറയാൻ, അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നാണ് ചില ആൾക്കാർ തരും. പക്ഷേ ഇങ്ങനെയല്ല, ആൾക്കാർ നോക്കുമ്പോൾ 8 കെട്ടി പൊട്ടിയിരിക്കണു. അത് എന്തായിരുന്നു പരസ്യം, ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഭീകര ഹൈപ്പ്, ഡബിൾ ബാരൽ ഹൈപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലിജോ നോ പ്ലാൻ ടു ചേഞ്ച് എഴുതണമെങ്കിൽ അതിൽ ചില തീരുമാനം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന സിനിമകൾ എല്ലാ സമയത്തും തിയേറ്ററിൽ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഓഡിയൻസിന് ഇഷ്ടപ്പെടണം ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ കൊടുത്തോളണമെന്ന് അവർക്കും വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഡെഫിനറ്റ്ലി ഒരു വർക്ക് ഓഫ് ആർട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ തീരുമാനങ്ങൾ എന്താ ആവണം എന്നുള്ളത് ഒരു ഉറപ്പ് എങ്കിലും പ്രൈമറിലി നമ്മുടെ മനസ്സിലുള്ള ധാരണ നമുക്കുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന തരത്തിലെ ഒരു സിനിമ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ ഞാൻ എന്ത് തരത്തിലുള്ള ഒരു സിനിമയാണോ ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് കാണണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അത്തരത്തിലുള്ള സിനിമ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് ഞാൻ വാശി പിടിക്കും. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എൻ്റെ പേഴ്സണൽ തീരുമാനങ്ങളാണ്. അപ്പോൾ അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന, എനിക്ക് എഴുതുന്നതുകൊണ്ട് ഒരു വിരോധമില്ലല്ലോ. വിജയബാബു, ഞാനത് ചോദിക്കാൻ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് പരിചിതമായിട്ടൊരു മേഖലയുണ്ട്. വിജയത്തിൻ്റെ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ ആ ഫോർമുലയുടെ പുറകെ തന്നെ പോകും. ഇപ്പോൾ മലയാള സിനിമ ഒരുപാട് കാലം അങ്ങനെയായിരുന്നു. മിമിക്രി എന്നാൽ മിമിക്രി, മറ്റേ തമാശ എന്നാൽ തമാശ, ഇങ്ങനെ ഒരു എന്താ പറയുക, ടൈപ്പ് ചെയ്ത് പോകുന്ന സിനിമകളുടെ ഒരു പരമ്പരയായിരുന്നു ഘോഷയാത്രയായിരുന്നു മലയാള സിനിമയിൽ. അതിൽ നിന്നാണ് ഒരു പക്ഷേ ലിജോയെ പോലുള്ള ആൾക്കാർ വഴിമാറി നടക്കുന്നത്.